ഹായ് ഗായ്സ്, എൻ്റെ പേര് ഫാത്തിമ ഹയ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഹാളാണ്. അപ്പം ഇതിനകത്ത് ഞാൻ എന്തൊക്കെയാണോ വാങ്ങിയത് ഒക്കെ ഞാൻ കാണിക്കും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. 2000 years later. ഫസ്റ്റ് ഞാൻ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ കാണിച്ചിട്ടാണ് അവസാനം ഞാൻ ബാഗ് കാണിക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ വാങ്ങിച്ചത് ലഞ്ച് ബോക്സൊക്കെ കവർ ചെയ്യാനുള്ള ടവലാണ്. 3 ടവൽ വാങ്ങിച്ചു. ഫസ്റ്റ് വൺ ഇതാണ്, ഈ ഒരു പ്രിൻറ്റിൽ വരുന്ന ഒരു ടവൽ. പിന്നെ ഒരു ബോ പ്രിൻറ്റിൽ വരുന്ന മറ്റൊരു ടവൽ, ബോ പ്രിൻറ്റിൽ വരുന്ന വേറൊന്ന്, പിന്നൊരു ചെറിയ പ്രിൻറ്റിൽ വരുന്ന ഒന്നും. അങ്ങനെ മൂന്നെണ്ണം. അത് കോംബോ സെറ്റാണ്. 3 കൂടെ 90 രൂപ കേട്ടോ. നെക്സ്റ്റ് സാധനം വാട്ടർ ബോട്ടിലാണ്. ഇത് കുലുങ്ങുന്നുണ്ട്. ഇതിൽ മറ്റേ ചീത്തയാവാതിരിക്കാനിടുന്ന ആ ഒരു സാധനമുണ്ട്. ഈ ഒരു വാട്ടർ ബോട്ടിൽ പിങ്ക് കളറാണ് ഞാൻ വാങ്ങിയത്. അവിടെ പിന്നെയാണ് രസമായിട്ട് തോന്നുന്നത്. ഞാൻ പിങ്കാണ് എടുത്തത്. ഇങ്ങനത്തെ സിപ്പിംഗ് അല്ല, ഇങ്ങനത്തെ നമ്മൾ വാട്ടർ ബോട്ടിൽ ഇവിടെ ഡിപ്ലേ ടൈപ്പ്. ആൻഡ് ഇതിൻ്റെ റേറ്റ് 219 കേട്ടോ. അതൊക്കെ ഓഫർ പ്രൈസിലാണ് കിട്ടുന്നത്. ശരിക്കും ഇതിന് 300 രൂപയാണ് കേട്ടോ. നെക്സ്റ്റ് സാധനം നോക്കാം. ഇനി ബാക്കിയുള്ള എല്ലാ സാധനവും ബാഗിൽ. ഫസ്റ്റ് തന്നെ ഇത് ഇമ്പോർട്ടൻറ്റ് സാധനം. ഇത് പാർട്ട് 1 വീഡിയോ ആണ്, ഈ ഷോപ്പിംഗ് ഹാൾ വീഡിയോ. പാർട്ട് 2 വീഡിയോ ഉണ്ടത്. പാർട്ട് 1 എന്താ വെച്ചാൽ ലിസ്റ്റിംഗ് വാട്ട് ഐ നീഡ് ഫോർ മൈ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ എന്നായിരുന്നു അതിൻ്റെ ഒരു ഇത്. പക്ഷേ ഇത് എന്ന് പറയുന്നത് ഞാൻ എന്തൊക്കെ വാങ്ങി എന്നുള്ളതാണ്. അപ്പം അടുത്ത പാർട്ട് ഇതിനകത്ത് കുറച്ച് സാധനങ്ങൾ വാങ്ങാത്തതുണ്ട്, അത് വാങ്ങും. അതാണ് ഇതാണ് നമ്മൾ വാങ്ങിച്ച റാപ്പിംഗ് പേപ്പർ. ഈ ഒരു കളറാണ് ഞാൻ വാങ്ങിയത്. ലൈറ്റ് വെച്ച് കാണിച്ചു തരണം. അങ്ങനത്തെ ഒരു കളറാണ് വാങ്ങിയത്. ഇതിന് 70 രൂപയാണ് ഒന്നിന്. ഞാൻ 2 വാങ്ങിച്ചു. വലുത് ഉണ്ടായിരുന്നില്ല, അപ്പോൾ 2 ചെറുത് വാങ്ങിച്ചു. 2 വാങ്ങി. പിന്നെ വാങ്ങിച്ചു, പിന്നെ ബുക്ക് വാങ്ങിച്ചു, പിന്നെ ടവൽ വാങ്ങിച്ചു, ഹാൻഡ് കർച്ചീഫ് അത് വാങ്ങി. ഇങ്ങനത്തെ ഒരു പ്രിൻറ്റിൽ വരുന്ന ഒന്നും, ഈ പ്രിൻറ്റിൽ വരുന്ന 3, അങ്ങനെ 4 വാങ്ങിച്ചു. ആ കളർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നെക്സ്റ്റ് സാധനം ഒരു ക്ലിപ്പ് വാങ്ങി. ഇതിന് 50 രൂപയാണ്. ആൻഡ് ഈ ഹുക്കിൻ്റെ റേറ്റ് 39 രൂപയാണ് കേട്ടോ. 39 രൂപ. ഈ ഒരു ഹുക്കിന് ഞാൻ പറഞ്ഞില്ല, കർച്ചീഫിൻ്റെ റേറ്റ് അറിയില്ല, അതിലൊന്നും ഒപ്പിച്ചിട്ടൊന്നുമില്ല. ഇതിന് 50 രൂപ, 49. നെക്സ്റ്റ് സാധനം പെൻസിലാണ്. ഇത് തന്നെയാണ് മെക്കാനിക്കൽ പെൻസിൽ തന്നെയാണ്. ഞാൻ ഉപയോഗിക്കൽ ക്യാമലിൻ്റെയും ഡോംസിൻ്റെയും. ഇപ്പോൾ ഡോംസിൻ്റെ എൻ്റെ അടുത്തൊന്നുണ്ട്, ഞാൻ ക്യാമലിൻ്റെ വാങ്ങിച്ചു. ക്യാമലിൻ്റെ വാങ്ങിച്ചു. ഇത് മെക്കാനിക്കൽ പെൻസിൽ 0.5 mm ലൈറ്റ് വെയ്റ്റ് ആണ്. നെക്സ്റ്റ് കുറച്ച് ബ്യൂട്ടി റിലേറ്റഡ് സാധനങ്ങളാണ് ഇപ്പോൾ അത് കാണിച്ചത്. പേപ്പർ ഒരു ഫേസ് വാഷ് വാങ്ങി. ഡാസ്ലറിൻ്റെ ഒരു ഫേസ് വാഷ് വാങ്ങിച്ചു. ഇത് കുഴപ്പമില്ലാത്തൊരു ഫേസ് വാഷാണ്. ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ആ ഒരു ഇതിൽ അങ്ങനെ വാങ്ങിയതാണ്. ഇവിടെ ആകെ സാധനങ്ങളാണ്. നെക്സ്റ്റ് ആയിട്ട് വാങ്ങിച്ചത് അലോവേറ ജെല്ലാണ്. ഞാൻ എപ്പോഴും സ്കൂളിൽ പോകുമ്പം അലോവേറ ജെല്ല് ഇടലുണ്ട്. സോ ബാക്ക് ടു സ്കൂൾ ആയതുകൊണ്ട് ഒരു അലോവേറ ജെല്ല് വാങ്ങിച്ചു. ഇതാണ് ഞാൻ വാങ്ങിയ അലോവേറ ജെൽ. കുങ്കുമപ്പൂ ഉണ്ട്. നെക്സ്റ്റ് അടിപൊളി സാധനമായ അംബ്രല്ല. ഈ ഒരു അംബ്രല്ലയാണ് വാങ്ങിച്ചത്. ഇതിൻ്റെ ഉള്ളിലും ഇതേ ഡിസൈൻ തന്നെയാണ്. ഇങ്ങനത്തെ ഒരു മരത്തിൻ്റെ ഡിസൈനാണുള്ളത്. നെക്സ്റ്റ് സാധനം ഒരു എറേസർ വാങ്ങിച്ചു. ഇവിടെ പിന്നെ എന്തൊക്കെയോ സാമഗ്രികളുണ്ട്. ഇത് വീട്ടിലേക്ക് വാങ്ങിയതാണ്. ഞാൻ എത്രയാണ് 186 ഞാൻ പറയണം വിചാരിച്ചല്ല, എൻ്റെ ബാഗിലുണ്ടായിരുന്നു. ഒരു അറേറ്റ് സാധനങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയൊരു സാധനം കൂടെ ഉള്ളൂ. ഒരു എറേസർ വാങ്ങിച്ചു. ഈ ഒരു എറേസർ, ഇതിൻ്റെ റേറ്റ് 18 രൂപ. പിന്നെ ഞാൻ കുടൻ്റെ റേറ്റ് പറഞ്ഞില്ല. കുടയ്ക്ക് ശരിക്കും ഈ ഒരു കുടയ്ക്ക് 600 റുപ്പീസാണ്. പക്ഷേ നമുക്ക് ഓഫർ പ്രൈസിന് കിട്ടിയത് 595, ഒരു 5 രൂപയുടെ കുട. നെക്സ്റ്റ് ആ ഒരു അറേറ്റ് സാധനങ്ങൾ ഒക്കെ കഴിഞ്ഞു. കാണിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ ഈ 2 സ്കിൻ കെയർ പ്രൊഡക്ട്സിൻ്റെ റേറ്റ് പറഞ്ഞില്ല, പറയാം. ഇതിന് എത്രയാണ്? 120, 100. ഈ ഒരു ഫേസ് വാഷിന് 100, 120 ആണ്. നേരത്തെ മര്യാദക്കൊന്നും എഴുതിയിട്ട് പോലുമില്ല. പിന്നെ ഇതിൻ്റെ റേറ്റ് 120, ഞാൻ നോക്കിയിരുന്നു 120. അതിൻ്റെ റേറ്റ് കുറച്ച് വലുതാണ്. നെക്സ്റ്റ് സാധനം അടുത്ത അറിവാണ്. കുറച്ച് വലിയ സാധനമാണ്. അത് ഞാൻ ഇങ്ങനെ കാണിക്കാനൊരു സുഖമുണ്ട്. അറിവ് വേറെ ബാഗൊക്കെ കണ്ടെക്കുന്നാൽ ഞാൻ കാണിക്കും. പിന്നെ ഇതിന് തീരെ നീളമല്ല. നെക്സ്റ്റ് വാങ്ങിയ സാധനം എന്ന് പറയുന്നത് 3 നോട്ട്ബുക്ക് വാങ്ങിച്ചിട്ടുണ്ട്. എന്തിനാണ് 3 നോട്ട്ബുക്ക് എന്ന് വെച്ചാൽ ഇതിലിങ്ങനെ 3 നോട്ട്ബുക്ക് ഉണ്ട്, അപ്പോൾ അങ്ങനെ വാങ്ങിയതാണ്. അത് മാത്രമല്ല ബാക്കി നോട്ട്ബുക്ക് ഇനി വാങ്ങാനുള്ളത് നോട്ട്ബുക്ക്, നെയിം സ്ലിപ്പ്, പിന്നെ പൗച്ച്. ഈ 3 സാധനങ്ങൾ ഇനി വാങ്ങാനുള്ളൂ. അപ്പോൾ നമുക്ക് ഇപ്പം 3 നോട്ട്ബുക്ക് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. മറ്റേത് ഓഫറിൽ വലിയ ബണ്ടിലായിട്ടാണ് വാങ്ങുക. അപ്പോൾ മാത്സിൻ്റെയും പിന്നെ MS-ലെ കുഞ്ഞിനോട്ട് വാങ്ങി. ഇതൊരു കുഞ്ഞിനോട്ട്. എനിക്ക് അതിൻ്റെ പ്രിൻറ്റ് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. എല്ലാത്തിൻ്റെയും ക്ലാസ്മേറ്റിൻ്റെ ബുക്കാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്തത്. അങ്ങനെ ഇതിങ്ങനെ ഗ്ലിറ്ററി ഒരു എഫക്റ്റ് ഉണ്ട് അതിൽ. പിന്നെ ഞാൻ വാങ്ങിയത് ഷർട്ട് ഷീറ്റിൻ്റെ ഏതാണ് ക്ലാസ്മേറ്റിൻ്റെ തന്നെ ബുക്ക്. ഇതിനൊക്കെ പ്രിൻ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടം. രസമല്ലേ കാണാൻ. അപ്പോൾ ആ ഒരു ഇത്
ഞാൻ ബുക്കൊക്കെ നിർത്തിയിട്ടുണ്ട്. പിന്നെ വാങ്ങിയത് ഇതാണ്. ഇതിനൊക്കെ പൊന്നി കലഷ്ടായി. പിന്നെ ഒബ്വിയസ് ആയിട്ടും നമ്മൾ എന്തായാലും വാങ്ങിക്കുന്ന കുറച്ച് സാധനങ്ങളാണ് കാണിക്കുന്നത്. ആൻഡ് മസ്റ്റ് ബൈ കളർ പേപ്പർ വാങ്ങിച്ചു. അത് എത്ര കളർ പേപ്പർ ഉണ്ടെന്ന് എനിക്കറിയില്ല. അങ്ങനെ കുറേ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടമായത് പേസ്റ്റൽ, ഒരു ബേബി പിങ്ക്, ഒരു പേസ്റ്റൽ പിങ്കിനെ ഇത് ക്യാമറയിൽ കാണുന്നതിനെക്കാട്ടിലും രസം ഇങ്ങനെ കാണാനാണ്. ഇതിന് 45 രൂപയാണ്. ഇതിൽ കുറേ ഉണ്ട് കേട്ടോ, ഓരോ കളറും രണ്ടെണ്ണം വീതൊക്കെ ഉണ്ട്. പിന്നെ A4 ഷീറ്റ് വാങ്ങിച്ചു. 20 19 രൂപയാണ്. 20 കൂടെ 19 രൂപ. നെക്സ്റ്റ് സ്റ്റിക്ക് ഫയൽ വാങ്ങിച്ചു. സ്റ്റിക്ക് ഫയൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമാണ്. അപ്പം ഞാൻ എപ്പോഴും വാങ്ങാറുള്ളൊരു സാധനമാണ് സ്റ്റിക്ക് ഫയൽ. അപ്പോൾ അത് വാങ്ങി. എൻ്റെ ലൈറ്റ് ഇതിലിങ്ങനെ കാണാം, കണ്ടോ? ഞാൻ വെച്ച ലൈറ്റ് ഇതിൽ ഇങ്ങനെ കാണാം. ഓക്കെ, നെക്സ്റ്റ് അടുത്ത അറയിലാണ്. ഇതിനകത്ത് ഈ ബാഗിന് കുറേ അറകളുണ്ട്. അതാണ് ഇനി നെക്സ്റ്റ് അറയിലാണ് കുറേ സാധനം ഉള്ളത്. ബിക്കോസ് എന്തുകൊണ്ട് അതിനത്രയും വെച്ചാൽ കുറേ ചെറിയ ചെറിയ സാധനങ്ങൾ. ബാഗ്, അയ്യോ, കുറേ സാധനങ്ങൾ ഉണ്ട്. ഫസ്റ്റ് തന്നെ ഞാൻ കാണിക്കുന്നത് ക്രയോൺസാണ്. ഈ ഒരു ക്രയോൺസാണ് ഞാൻ കഴിഞ്ഞ കൊല്ലം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും എൻ്റെ ബാഗിൽ ക്രയോൺസ് ഇടലുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്രയോൺസ് ഇടുന്നത്. ഈ ഒരു ക്രയോണാണ് വാങ്ങിയത്. ഇതെന്തുകൊണ്ട് എനിക്ക് ക്രയോൺ ഇത്ര ഇഷ്ടം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലൊരു എറൈസർ കിട്ടും. അതും നല്ല മണമുള്ള എറൈസറാണിത്. വയ്ക്കാൻ നല്ല പണിയാണ് ഉള്ളിലേക്ക്. ഓക്കെ ബൈ. ഈ ഒരു ക്രയോൺ വാങ്ങിച്ചു. ഇതിൻ്റെ ഉള്ളിലത്തെ എറൈസറിന് നല്ല സ്മെല്ലാണ്. അപ്പോൾ അത് വാങ്ങിച്ചപ്പോൾ ഞാൻ 2 എറൈസർ ആയിട്ടോ അങ്ങനെ തന്നെ. നെക്സ്റ്റ് സാധനം പിന്നെ ഞാൻ എപ്പോഴും കഴിഞ്ഞ പോലെ ഞാൻ ഇതന്നെയാണ് വാങ്ങിച്ചിരുന്നത്. ഈ ഒരു പെൻസിൽ വാങ്ങിച്ചു. ഞാൻ മെക്കാനിക്കൽ പെൻസിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഞാൻ എപ്പോഴും ഒരു പാക്കറ്റ് ഇത് വാങ്ങാറുണ്ട്. ഇത് നമ്മളുടെ അപ്സറ പെൻസിലാണ്. അപ്സറയുടെ സെൻറ്റഡ് പെൻസിലാണിത്. സെൻറ്റഡ് ഗ്രേപ്പാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വാങ്ങിയത് ഒരു ക്യാൻഡി ആയിരുന്നു. ക്യാൻഡീൻ്റെ പിങ്ക് കളറിലുള്ളത്. അത് കഴിഞ്ഞാൽ വാങ്ങിയത്. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം അത് വാങ്ങിയില്ല, വേറെ വാങ്ങിച്ചു. ഇത് നല്ല അടിപൊളി മണ്ണാണ്. ആ പൗച്ചിക്കിട്ട് അതിനൊരു പ്രത്യേക സ്മെല്ലാണ്. നെക്സ്റ്റ് ആയിട്ട് നമ്മളെല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു സാധനമാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഒരു കൊല്ലത്തിൽ എത്ര വാങ്ങിക്കലുണ്ട് എനിക്ക് തന്നെ ഒരു കണക്കില്ല. ഹൈലൈറ്റർ. ഈ ബ്രാൻഡിൻ്റെ തന്നെ എന്താ എൻ്റെ അടുത്ത് വേറെ 2 ഹൈലൈറ്റേഴ്സ് ഉണ്ടായിരുന്നു. ഈ പിങ്ക് ബ്ലൂവും പിന്നെ ഈ ഒരു പേസ്റ്റൽ ഗ്രീനും. അത് രണ്ടും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ ലാവൻഡർ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വാങ്ങി അത്രയും. പിന്നെ അതിൻ്റെ റേറ്റ് 130ആണ്. പിന്നെ ഈ പെൻസിലിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞില്ല, റേറ്റ് പറയാൻ ഞാൻ മറക്കുന്നുണ്ട്. പെൻസിലിൻ്റെ റേറ്റ് 58 രൂപയാണ്. പിന്നെ എന്തൊക്കെയാണ് ഞാൻ വാങ്ങിയത്? ഈ ഒരു ക്രയോൺസിൻ്റെ റേറ്റ് 38 രൂപയാണ്. ഓഫർ കഴിഞ്ഞ് കിട്ടിയത് 20 രൂപയാണ് ഇതിന്മേൽ എഴുതിയിരിക്കുന്നത്. എന്താ സംഭവം നിങ്ങൾക്ക് അറിയില്ല. 20 രൂപ കേട്ടോ അതിന്. 38 തോന്നുന്നില്ല എനിക്ക്. പിന്നെ പെൻസിലിന് 10 രൂപയാണ് ഈ മെക്കാനിക്കൽ പെൻസിലിൻ്റെ റേറ്റ്. പിന്നെ സ്റ്റിക്ക് ഫയലിൻ്റെ 14 രൂപയാണ്. പിന്നെ സ്കെയിൽ വാങ്ങിച്ചു 5 രൂപ. ഡോംസിൻ്റെ നട്രാജിൻ്റെയാണ് ഞാനെപ്പോഴും വാങ്ങൽ. പിന്നെ ക്ലൂ വാങ്ങിച്ചു. ഞാൻ ഈ ലിക്വിഡ് ഗ്ലൂ അങ്ങനെ ഉപയോഗിക്കലില്ല. എൻ്റെ അടുത്ത് ഗ്ലൂ ടേപ്പ് ഉണ്ടായതുകൊണ്ട് ഞാനത് ഉപയോഗിക്കലില്ല. ഞാൻ വാങ്ങിച്ചു. പിന്നെ കറക്ഷൻ ടേപ്പ് വാങ്ങിച്ചു. പിന്നെ ഓൾറെഡി 2-3 ഗ്ലൂ ടേപ്പ് ഇവിടെ ഉണ്ടായതുകൊണ്ട് ഗ്ലൂ ടേപ്പ് വാങ്ങിച്ചില്ല. കറക്ഷൻ ടേപ്പ് വാങ്ങിച്ചു. ഇത് കൊക്കിയോ സ്റ്റേഷനറീസിൻ്റെ കറക്ഷൻ ടേപ്പാണ്. അതൊരു ചൈനീസ് ബ്രാൻഡാണ്. ജാപ്പനീസ് ബ്രാൻഡാണ്. ഇനി എനിക്ക് ഇതിൽ കുറച്ച് ക്യൂട്ട് സാധനങ്ങൾ പ്രത്യേകിച്ചൊന്നുമില്ല. സമയം ഞാൻ 8th സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ ക്യൂട്ടായിട്ടൊന്നും അങ്ങനെ വാങ്ങിയില്ല. ക്യൂട്ടായിട്ട് വാങ്ങിയിട്ടുണ്ട്. അതുണ്ടല്ലോ പെൻസിൽ പിന്നെ എറൈസറൊക്കെ ഞാൻ ക്യൂട്ടായിട്ട് വാങ്ങി. പക്ഷേ ഇതിൽ എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിയൊരു സാധനം ഞാൻ കാണിച്ചു തരാം. എന്താ ഈ ഒരു എറൈസർ എന്ത് ക്യൂട്ടാന്ന് പറയുമോ? അത് മാത്രമല്ല ഗൈസ്, എനിക്കിതിങ്ങനെ എന്താ പറയുക പൗച്ച് പാക്കിങ് വീഡിയോ ഇടുന്ന സമയത്ത് ഞാൻ കാണിക്കാം. ഇതിൻ്റെ ഉള്ളിലില്ലേ, ഇത് കാണുന്നില്ല എന്നാണ് സത്യമാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൻ്റെ ഇങ്ങനെ ഉള്ളിൽ ജസ്റ്റ് ഇങ്ങനെ ഒരു കുഴി പോലെ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ വേറൊരു ചെറിയൊരു പിക്ചറുണ്ട്. ഇങ്ങനെ ആട്ടിയായിട്ട് കളിക്കാൻ പറ്റും. ഇത് കവായി തന്നെയല്ലേ, കവായി ടൈപ്പ് എറൈസറാണ്. കവായി എന്ന് പറയുന്നത് ഇതിൻ്റെ ബ്രാൻഡാണോ? ഫോളോ യുവർ ജേണി എന്ന് പറയുന്നൊരു ബ്രാൻഡിൻ്റെ ആണെന്ന് തോന്നുന്നു എറൈസർ. ഞാൻ ലിസ്റ്റിൽ എഴുതിയ പോലത്തെ എറൈസർ തന്നെ എനിക്ക് കിട്ടി. നെക്സ്റ്റ് ഞാൻ 2 ഷാർപ്പ്നർ വാങ്ങിച്ചു. അതൊന്നും അത്ര ക്യൂട്ടൊന്നുമില്ല. നോർമൽ ഷാർപ്പ്നർ വലുതും ചെറുതും വാങ്ങിച്ചു. സെയിം ബ്രാൻഡിൻ്റെ തന്നെയാണ് വാങ്ങിയത്. ക്യാമലിൻ്റെയും ഡോംസിൻ്റെ അപ്സറേൻ്റെയാണ് ഞാനിപ്പോൾ വാങ്ങൽ. ഇത് വലുത്. ഇത് ലോങ് പോയിൻറ്റഡ് ഷാർപ്പ്നറാണ്. ഇതിൻ്റെ റേറ്റ് 5 രൂപ ആ റേറ്റാണ്. പിന്നെ ഈ ഒരു എറൈസറിൻ്റെ രൂപ 39 രൂപയാണ്, 40 രൂപയാണ് ഈ ഒരു എറൈസറിന്. പിന്നെ ഇതിന് 3 രൂപയാണ്. രണ്ടും ഞാൻ വാങ്ങിയത് സെയിം കളറാണ്. സെയിം കളറാണ് ഞാൻ വാങ്ങിയത്. ആ കളർ ടാബിൽ കാണുമ്പോൾ കുറച്ചും കൂടെ, വീഡിയോയിൽ കാണുമ്പോൾ കുറച്ചും കൂടെ എന്താ പറയുക കളറുണ്ട്. എൻ്റെ കയ്യിൽ ഇവിടെ നല്ലൊരു പേസ്റ്റൽ ഷീറ്റ് ആയിട്ട് തോന്നുന്നു. നെയിം സ്ലിപ്പ് വാങ്ങിയിട്ടില്ലെങ്കിലും വാങ്ങുന്ന സമയത്ത് പേര് എഴുതാനായിട്ട് CD മാർക്കർ വാങ്ങിച്ചു. ഞാൻ കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട് CD മാർക്കർ തന്നെയാണ് ഉപയോഗിക്കൽ. കാരണം പേന വെച്ച് എഴുതി കഴിഞ്ഞാൽ സ്പ്രെഡ് ആവും. അതുകൊണ്ട് പിന്നെ എന്താ പിന്നെ കുറച്ച് പേന വാങ്ങിച്ചു. ഈ ഒരു പേന വാങ്ങിച്ചത് ഈ ഒരു പേന വാങ്ങിച്ചു. ഇതാണ് ഞാൻ വാങ്ങിച്ച പെന്ന്. വിന്നിൻ്റെ പെന്നാണ് ഞാൻ വാങ്ങിയത്. 3 വാങ്ങി. പിന്നെ ഡോംസിൻ്റെ ഈ ഒരു പെന്ന് ഇതൊക്കെ സ്മൂത്ത് അല്ലാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ ചേച്ചി പറഞ്ഞു നല്ലതാണ് എന്ന്. അങ്ങനെ വാങ്ങിയതാണ്. ഭയങ്കര ഒരു ലൈറ്റ് കുറവ് പോലെ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പെൻ പോലെ വാങ്ങിയത്. പിന്നെ ഹൈലൈറ്റർ വാങ്ങിയെങ്കിലും അത്ര കട്ടിയിൽ ഹൈലൈറ്റേഴ്സ് ആയതുകൊണ്ട്
ഞാനൊരു ഈ ഹൈലൈറ്റർ വാങ്ങിച്ചു. മറ്റൊക്കെ പേസ്റ്റൽ ഹൈലൈറ്റർ ആണെങ്കിലും ഇത് പേസ്റ്റൽ അല്ലാത്ത നോർമൽ ഹൈലൈറ്റർ ആണ്. ഇതിൻ്റെ റേറ്റ് 10 രൂപയാട്ടോ. നോർമൽ ഹൈലൈറ്റർ ആണ്. ഇത് ഞാൻ കുറേ കാലമായിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു ഹൈലൈറ്റർ ആണെന്ന് വിചാരിക്കുന്നത്. ബിക്കോസ് ഇതൊരു നെക്സ്റ്റ് കുറച്ച് ബ്യൂട്ടി റിലേറ്റഡ് സാധനമാണ്. നേരത്തെ കാണിച്ച ബ്യൂട്ടി റിലേറ്റഡ് സാധനങ്ങളൊക്കെ ഞാൻ ഒപ്പം വാങ്ങിയതാണ് കേട്ടോ. അത് രണ്ടും 2 അറയിലായിരുന്നുള്ളൂ. ഞാനതൊക്കെ കാണിച്ചു തരാം. സൗണ്ട് കൂടി ബിക്കോസ് ഇടി മിന്നുണ്ട്. പിന്നെ ഫാൻ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ഒരു സൗണ്ട് ഉണ്ട്. റോസ് വാട്ടർ വാങ്ങി. ഇതിൻ്റെ തന്നെ ചെറിയ റോസ് വാട്ടറാണ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞു. ഞാനൊരു വലുത് വാങ്ങി. ഇതിന് 54 രൂപയാണ്. പിന്നെ ഇതിൽ ഓരോ പെന്നിനും 9, 5 അത്രയൊക്കെയാണ് വരിക. സിഡി മാർക്കറിന് 10 രൂപയാണ്. പിന്നെ ഇതാണ് ഞാൻ വാങ്ങിച്ചത് കുറച്ച് കോസ്റ്റ്ലി ആയിട്ട് തോന്നിയ സാധനം. എല്ലാം തോന്നിയിട്ട് എനിക്ക് മെയിൻ തോന്നിയത് ആ റൈസർ ഇല്ലേ, 40 രൂപേൻ്റെ റൈസർ. അതൊക്കെ നല്ല വിലയായിട്ട് തോന്നി. പിന്നെ ഹൈലൈറ്റർ 130 രൂപയായി. അത് ലാഭമാണ്. എന്താ 5 എണ്ണം വരുന്നുണ്ട്, ലാഭമാണ്. ഓക്കെ. പിന്നെ എനിക്ക് ക്ലിപ്പ് അത് നന്നായിട്ട് തോന്നി. പിന്നെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും എനിക്ക് നല്ല റേറ്റ് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. എനിക്കെല്ലാം തോന്നുന്നുണ്ട്. 300 രൂപയാണ് ഈ ഒരു ഡാസ്ലർ ഐലൈനറിന്. അത് ഡാസ്ലർ ഐലൈനർ തന്നെയാണ്. ഇത് എന്താ പറയുക, ട്രാൻസ്ഫർ പ്രൂഫാണ്, വാട്ടർ പ്രൂഫാണ്, പിന്നെ 10 hours ലാസ്റ്റ് ചെയ്യും, അങ്ങനെയൊക്കെയാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. നല്ലതാണെന്ന് തോന്നിയിട്ട് അങ്ങനെ വാങ്ങിയതാണ്. ഞാൻ ഐലൈനർ ഇടാറുണ്ട്, എപ്പോഴും ഇടലുണ്ട്. സോ ദാറ്റ്സ് ഇത് ഒരു സ്മഡ്ജബിൾ ഐലൈനറാണ്. സ്മഡ്ജബിളാണ്. ഇങ്ങനെ സ്മഡ്ജ് ചെയ്ത് നമുക്ക് റെഡിയാക്കാൻ പറ്റും. ഇങ്ങനെ അതിൻ്റെ വിങ് അങ്ങനെ സ്മഡ്ജ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് വാങ്ങിച്ചു. ഇതിന് 300 രൂപയാണ് റേറ്റ് വരുന്നത്. വീഡിയോ കുറച്ച് സ്പീഡിൽ ഇടേണ്ടി വരും. പിന്നെ ഒരു ബ്ലേഡ് വാങ്ങിച്ചു. ഞാൻ എപ്പോഴും ബ്ലേഡ് വാങ്ങലുണ്ട്. അങ്ങനെ വാങ്ങിയതാണ് ഈ ഒരു ബ്ലേഡ് വാങ്ങിച്ചു. ഇപ്പോൾ സാധനങ്ങളൊക്കെ കഴിഞ്ഞ് തുടങ്ങി ഗൈസ്. ഇനി എത്രയാണ്? ഇനി 2 സാധനമേ ഉള്ളൂ. 2 സാധനമുള്ളൂ. ഇതെന്താണ് സ്റ്റിക്കി നോട്ട് വാങ്ങിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ കൊല്ലം ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് പേസ്റ്റൽ കളറല്ലായിരുന്നു. ഇത് നല്ല പേസ്റ്റൽ കളറാണ്. മറ്റേത് ഭയങ്കര ഡാർക്ക് കളറായിരുന്നു. പേസ്റ്റൽ കളറുള്ള ഇതിങ്ങനെ ഇരുന്നിട്ട് കാല് നല്ല വേദനയ്ക്കുണ്ട്. പിന്നെ ഗ്ലൂ സ്റ്റിക്ക് വാങ്ങിച്ചു. ഈ ഒരു ഗ്ലൂ സ്റ്റിക്കാണ് വാങ്ങിയത്. ഇതിൻ്റെ റേറ്റ് ഇപ്പോൾ പറയുന്ന റേറ്റ് ഞാൻ പറയുന്നില്ല കേട്ടോ, എന്തറിയില്ല. 40 രൂപയാണ്. ഡോംസിൻ്റെ 15 രൂപേൻ്റെ ഞാനിപ്പോൾ വാങ്ങല്. ഇത് ഫാബ്രിക് ആസിഡിൻ്റെയാണ്. ഇതിൻ്റെ ഞാൻ പറ്റുന്ന നോക്കാം. അതിനുള്ളിൽ എത്ര വരുന്നുണ്ടെന്ന് കാണിച്ചു തരാം. എന്തായാലും ഇത്രയുണ്ട്. അപ്പോൾ ഇത് ലാഭമാണ് ചോദിച്ചാൽ അല്ല, ഡോംസിൻ്റെതാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് എനിക്ക് അങ്ങനെ പറയാൻ പറ്റുന്നില്ല. ഇതാണ് നല്ലത്. ഫാബ്രിക് ആസിഡിൻ്റെ ഞാൻ ആദ്യമായിട്ടാണ് ഗം സ്റ്റിക്ക് വാങ്ങുന്നത്. ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ, ഭയങ്കര യൂസ്ഫുള്ളാണ്. അത് കഴിഞ്ഞു. ഫൈനൽ ആൻഡ് ദ ലാസ്റ്റ് പ്രോഡക്റ്റ് ആയിട്ടുള്ള നമ്മളുടെ ബാഗ് അത് ഞാൻ കാണിച്ചു തരാം. ലെഞ്ച് കിറ്റ് ഒന്നും ഉപയോഗിക്കാറില്ല. ഞാൻ ആകെ ഒരു കൊല്ലം മാത്രമേ ലെഞ്ച് കിറ്റ് വാങ്ങിയിട്ടുള്ളൂ. പിന്നെ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ബാഗ് കാണിച്ചു തരാം. ബാഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ആയതുകൊണ്ട് കുറച്ച് വലിയ ബാഗ് വാങ്ങിച്ചു. നേരത്തെ എൻ്റെ ചെറിയ ബാഗാണ്. ജെനിയുടെ ബാഗാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. എൻ്റെ ആദ്യത്തെ ബാഗും ജെനിയുടെ ബാഗായിരുന്നു. ഇതും ജെനിയുടെ ബാഗാണ്. അപ്പം ഇത് റിയൽ ആയിട്ടുള്ള ജെനിയുടെ ബാഗാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ബാഗ്. കുറേ പേസ്റ്റൽ കളേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പേസ്റ്റൽ കളറല്ല എടുത്തത്, കാരണം മെയിൻ ചളിയാവുന്നുണ്ട്. ഞാനത് കാണിച്ചു തരാം. പിന്നെ റൂം മേക്ക് ഓവർ വീഡിയോ വരുന്നുണ്ട്. വാൾ മേക്ക് ഓവർ വീഡിയോ കഴിഞ്ഞു. ആൻഡ് അതിന് എഡിറ്റ് ചെയ്ത് ഇടാനുണ്ട്. പിന്നെ നമ്മൾ ഒരു വലിയൊരു റൂം മേക്ക് ഓവർ ചെയ്യാൻ പോകുന്നുണ്ട്. പെയിൻറ്റിങ്ങും പിന്നെ പല പെയിൻറ്റിങ്ങും. പിന്നെ ഇപ്പം പെയിൻറ്റിങ് നിലവിൽ കഴിഞ്ഞത് ഈ ഒരു ജനാലിൻ്റെ വൈറ്റ് അടിച്ച് കഴിഞ്ഞു. പിന്നെ വാൾ മേക്ക് ഓവർ ഒക്കെ കഴിഞ്ഞു. പെയിൻറ്റ് അടിക്കാനുണ്ട്. പിന്നെ ഡെസ്ക് സെറ്റാക്കുന്നുണ്ട്. പിന്നെ ഈ വാർഡ്രോബ്സൊക്കെ ഇപ്പം നല്ല ഡാർക്ക് കളർ ആയതുകൊണ്ട് തന്നെ അതൊക്കെ വൈറ്റ് ആക്കലാണ് പ്ലാന്. അപ്പോൾ അത് വൈറ്റ് ആക്കണം. അങ്ങനെയൊക്കെയാണ് സോ നമുക്ക് ഇത്ര സാധനങ്ങളുള്ളൂ. അതിന് ബാഗ് കാണിക്കാം. ദിസ് ഈസ് മൈ ബാഗ്. ഇതാണ് ഞാൻ വാങ്ങിയത് ബാഗ്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല ഞാനങ്ങനെ കളർഫുള്ളൊന്നും വാങ്ങിയില്ല. ബിക്കോസ് ഞാൻ 8th എത്തി. അപ്പം എന്താ ഭയങ്കര കളർഫുൾ പേസ്റ്റൽ കളേഴ്സിൻ്റെ ഒന്നും വാങ്ങേണ്ട വിചാരിച്ചു. കഴിഞ്ഞ പ്രാവശ്യത്തെ അടിപൊളി നല്ല കളർഫുള്ളൊക്കെ ആയിട്ടുള്ളതായിരുന്നു. ആൻഡ് ഇപ്രാവശ്യം ഞാൻ അങ്ങനെ കളർഫുള്ളായിട്ടൊന്നും വാങ്ങിച്ചില്ല. പിന്നെ ഏറ്റവും കൂടുതൽ വില വന്നത് ബാഗിന് തന്നെയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര വിലയുള്ള ബാഗ് വാങ്ങുന്നത്. ജെനിയുടെ ബാഗ് ആയതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട്. അത് മാത്രമല്ല ഇതിനകത്ത് കുറേ സ്പെഷ്യാലിറ്റീസ് ഒക്കെ ഉണ്ട്. ഈ ഒരു ബാഗിൻ്റെ റേറ്റ് 1700 രൂപയാണ്. 1740 രൂപയായി ബാഗിന്. ഓക്കെ. അപ്പം റെയിനി സീസണൊക്കെ യൂസ് ചെയ്യാൻ മസ്റ്റ് ബാഗാണത്. പക്ഷേ 1740 രൂപയ്ക്ക് ഇറ്റ് വർത്ത് മണി റിയലി. ബട്ട് കുറച്ച് കോസ്റ്റ്ലി ആണ്. അങ്ങനെ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒന്നും ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഞാൻ ഇത്ര വിലയുള്ള ബാഗൊന്നും വാങ്ങലൊന്നുമില്ല. അപ്പം ഇപ്രാവശ്യം അങ്ങനെ വാങ്ങിയതാണ് നല്ലത് നോക്കിക്കൊണ്ട്. 9th യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈറ്റ് നല്ലോണം കുറഞ്ഞു തുടങ്ങുന്നുണ്ട്. സാരമില്ല.